ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു സ്ട്രോങ് മസാല ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും ഏലക്കയും കൂടി നന്നായി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചു. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ തിളച്ച് ഒന്ന് സെറ്റാകുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇടുക. നല്ല നമ്മൾ നോർമലി കട്ടൻ ചായ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി തിളച്ച് കുറച്ച് നേരം ഒന്ന് അങ്ങനെ ആയതിനു ശേഷം അതിലേക്ക് പാലൊഴിക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അടച്ച് വെക്കുക. ഇപ്പോൾ കുറേ ദിവസമായി കാലിനകത്ത് മൈലാഞ്ചിരുന്ന് വിചാരിക്കും. അപ്പോൾ രാവിലെ തന്നെ അത് ചെയ്തു വെച്ചു. പിന്നെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് രാവിലെ തുടങ്ങുന്നതും രാത്രി അവസാനിക്കുന്നതൊക്കെ ഈ ഒരു പരിപാടിയിലാണ്. അസൈൻമെൻറ്റ് എഴുതുകയാണ്, 4th സെമ്മിലേക്കുള്ള. ഇപ്പോൾ ഏകദേശം എല്ലാ ദിവസവും ഒരേ സെയിം റൂട്ടീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നായിട്ട് ഇടാത്തത്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അപ്പോൾ രാവിലെ എന്തായാലും കുറച്ച് നേരം ഞാൻ ഇരുന്ന് എഴുതാറുണ്ട്. കുട്ടികളൊക്കെ ചെറിയ ആൾ നിൽക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം ഇരുന്ന് എഴുതും. പിന്നെ ഒരു 7 മണി വരെ ഒക്കെ 7 മണി 7:30 വരെയൊക്കെ മാക്സിമം ഞാൻ ഇരുന്ന് എഴുതാറുണ്ട്. അതാകുമ്പോൾ ആ സമയത്ത് ഞാൻ ഒറ്റക്കാവും. പിന്നെ ഒരു 7 മണി ടു 7:30 ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കിച്ചണിലെ ബാക്കി പണികൾ തുടങ്ങണം എന്നുള്ള ഒരു ലെവലിൽ അങ്ങനെ. അപ്പോൾ എഴുതലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഫോണിൽ ചാർജില്ലായിരുന്നു. അപ്പോൾ ഫോൺ ചാർജ് നിൽക്കാൻ പോയി. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തു. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊരു മിനി ബൊഫേ ആണ്. ചുമ്മാ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം നമുക്ക് ഇഡ്ഡലിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കി. പിന്നെ ഇക്കാക്ക് ആ ദോശ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അരി അരച്ചിട്ട് തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ആ ദോശ, പിന്നെ കട്ടൻ ചായ, പിന്നെ രാവിലെ ഉണ്ടാക്കിയ പാൽച്ചായ. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയപ്പോൾ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ആക്കി വെച്ചു. അത് ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിലാട്ടോ. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നും. പിന്നെ മോൻക്കും കുടിക്കാൻ വേണ്ടിയിട്ടൊരു കുപ്പി വെള്ളമാക്കി. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സ്നാക്സ് ആക്കിയതിൻ്റെ കൂടെ മോൻക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് അവിടെ ആക്കി വെച്ചു. പിന്നെ വേസ്റ്റ് കൊട്ടാൻ വേണ്ടിയിട്ട് പാടത്ത് പോയി. അപ്പോൾ ഇത് ഇഞ്ചിയുടെ പൂവാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു പൂവ്. നാളെ ഞാൻ വൈകുന്നേരം വന്നപ്പോൾ കണ്ടു. പക്ഷെ ഇപ്പം ഇല്ല, ഇപ്പോൾ അത് ഉണങ്ങിപ്പോയി തോന്നുന്നു. ഈ സംഭവം ഒരു പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. പിന്നെ ഇതാണ് ഇഞ്ചി. അതിന് വിളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയാണുള്ളത്. കുറേ തെങ്ങ് തൈ വെച്ചതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ റംബുട്ടാൻ്റെ 2-3 തൈ പോയി. ബട്ടറിൻ്റെ തൈ ഉണ്ടായിരുന്നു, അത് പോയി. അങ്ങനെ കുറേ എണ്ണം പോയി. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഒരു പുതിയ പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെയൊക്കെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റേജ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. പിന്നെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറ് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്തു. പിന്നെ നോർമൽ ചോറ്, പിന്നെ ചമ്മന്തി. ഈ ചമ്മന്തി ചീനമുളകും ചെറിയുള്ളിയും പുളിങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാക്കി. പിന്നെ കോഴിമുട്ടയും ക്യാരറ്റൊക്കെ കൂടിയിട്ടുള്ളൊരു ഉപ്പേരി എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, എന്തായാലും അങ്ങനെ ഒരു ഐറ്റം അതും കൂടി. പിന്നെ ഇത് കണ്ടോ, ഇത് പ്ലംസ് ആണ് കേട്ടോ. എൻ്റെ ഒരു കൈയിൻ്റെ ഒരു വലുപ്പമുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ചെറിയ ആപ്പിളാണെന്ന് കേട്ടോ. പക്ഷെ ഇത് കഴിക്കാനും പ്രത്യേകിച്ച് ആ പ്ലംസിൻ്റെ ടേസ്റ്റൊന്നുമില്ല. ഒരു വികാരവും ഇല്ലാത്തൊരു ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാനിതാ വീണ്ടും എഴുതി തുടങ്ങി. പണികളൊക്കെ കഴിഞ്ഞു, മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൻ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ എഴുതാനിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നൈറ്റ് വീണ്ടും ഈ എഴുതൽ തന്നെ ഏകദേശം ഒരു 1:30-2 മണി, രാത്രി 2 മണി വരെയൊക്കെ അങ്ങനെ ഇരുന്ന് എഴുതിപ്പം. രാത്രി ആകുമ്പോൾ ഞാൻ മുകളിൽ നമ്മൾ ബെഡ്റൂമിൽ തന്നെ ഒരു ചെറിയ സ്റ്റഡി ടേബിൾ ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് എഴുതാറ്. ഇപ്പോൾ അങ്ങനെ എഴുതി തുടങ്ങുന്നു. എഴുതാനൊരു മൂടുണ്ടായിരുന്നില്ല, പക്ഷെ തീർക്കണ്ടേ എന്നുള്ള ഒരു ഇതിലങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ
പേനയുടെ മഷി തീർന്നു. ഈ പെൻ എഴുതാൻ നല്ല സുഖമുണ്ട്, പക്ഷെ പെട്ടെന്ന് അതിൻ്റെ മഷി തീർന്നു പോകണം. ജസ്റ്റ് ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ്, ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് ഏകദേശം ഒരു 60 പേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തന്നെ ഒരു പേന ഫുള്ളും പിന്നെ ഒരു ഹാഫ് അങ്ങനെ ഒക്കെ വേണ്ടി വരും. അപ്പോൾ പേന മാറ്റി വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഒരു സെൽഫ് പുഷ് കൊടുത്തിട്ട് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റഡി ടേബിളിൻ്റെ ഇത് ഒരു ലാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ലാമ്പ്. നമുക്ക് ഈ സൈഡിലേക്ക് മാത്രം ലൈറ്റ് കിട്ടാൻ പറ്റുക, റൂമിലെല്ലാവരും ഉറങ്ങുമ്പോൾ പിന്നെ അവർക്ക് ഡിസ്റ്റർബ് ആണെന്ന് വിചാരിച്ചിട്ട് അതിൽ ചാർജ് തീർന്നിട്ട് ലൈറ്റ് ഓഫായി. അപ്പോൾ പിന്നെ സകല മൂടും പോയി എഴുതാനുള്ള. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഇതേപോലെയൊക്കെയാണ് ഒരു ഡേ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, താങ്ക്